ട്രൈപോഡ് ഇല്ലാത്തതുകൊണ്ട് നമ്മളിപ്പോ ഇങ്ങനെ കല്ലിലൊക്കെ ചാരി വെച്ചിട്ടൊക്കെ ഉണ്ടോ വീഡിയോ എടുക്കുന്നത്. ഇന്ന് കാലത്ത് തന്നെ ആൾക്കൊരു മസാല ദോശ കഴിക്കാൻ തോന്നിയിട്ട് നമ്മൾ ഒരു റെസ്റ്റോറന്റിലേക്ക് പോവാണ്. ഓർഡർ ചെയ്ത് ഫുഡ് വെയിറ്റ് ചെയ്തിരിക്കുന്ന ടൈമിൽ ജസ്റ്റ് മിസ്സിനാണ്ട ഒരു പാർക്കിംഗ് ഫൈൻ ഒഴിവായി പോയത്. നമ്മുടെ കാറിൽ നിന്ന് അടിച്ചിട്ട് പോയ ബാലൻസ് സാധനങ്ങൾ കളക്ട് ചെയ്യാനായിട്ട് ഇന്നലെ വൈകിട്ട് അവർ പറഞ്ഞ ലൊക്കേഷനിൽ ഞാൻ പോയിട്ടുണ്ടായി. അവർ വന്നില്ല, കോൺടാക്ട് ചെയ്യാൻ ട്രൈ ചെയ്തിട്ട് കിട്ടിയുമില്ല. ഇന്നലെ നൈറ്റ് ഞാൻ ഫുള്ള് കോൺടാക്ട് ചെയ്യാൻ ട്രൈ ചെയ്തിട്ടുണ്ട്, ഇന്ന് കാലത്തും ട്രൈ ചെയ്ത്. കറക്റ്റ് നമ്മൾ ഫുഡ് കഴിക്കുന്ന ടൈമിൽ അവർ റിപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അവർ ആ ഐറ്റംസ് എല്ലാം ഇന്നൊരു ഷോപ്പിൽ സെല്ല് ചെയ്ത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ ഷോപ്പിൽ പോയിട്ട് പൈസ കൊടുത്ത് വാങ്ങിക്കാന്നുള്ളത്. ഞാൻ ആ ഷോപ്പിൽ പോയി ഡീറ്റെയിൽഡ് ആയിട്ട് കാര്യങ്ങളെല്ലാം പറഞ്ഞ് ഇന്ന ഐറ്റംസ് ആണ് ഫോട്ടോ അടക്കം കാണിച്ചു കൊടുത്ത് പോലീസിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. എന്നോട് അവിടെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് അവർ ബാക്ക് ഓഫീസിൽ പോയിട്ട് എന്തൊക്കെയോ ചെക്ക് ചെയ്യുന്നുണ്ട്. വീഡിയോയിൽ പറയാൻ പറ്റുന്നതും പറയാൻ പറ്റാത്തതുമായിട്ടുള്ള ഇവിടെ നടക്കുന്ന ഒരുപാട് സംഭവങ്ങളാണ് ഈ 2 ദിവസങ്ങളായിട്ട് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. എടുത്തത് ആരാണെന്ന് കറക്റ്റ് ആയിട്ട് അറിയാന്നുണ്ടെന്നുണ്ടെങ്കിൽ 2 അവർക്ക് ഇട്ട് കൊടുത്തിട്ട് സാധനങ്ങൾ എടുത്തിട്ട് പോന്നാൽ പോരെ, അല്ലെങ്കിൽ പോലീസിൽ ഏൽപ്പിച്ചാൽ പോരെ എന്ന് കമന്റ് ഇടുന്ന നാട്ടിലുള്ള ചേട്ടന്മാരോടാണ്. നമ്മുടെ നാട്ടിലെ പോലെ അല്ല UK. പിന്നെ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലത്തെ ഒരു ടീംസും അല്ല ഇവര്. ഒരു റിസ്ക് എടുക്കാൻ പറ്റുന്ന സ്റ്റേജിലല്ല ഞാനിപ്പോൾ ഉള്ളത്. അപ്പൊ അതുകൊണ്ട് അത് മനസ്സിലാക്കിയിട്ട് കമന്റ് ഇടുന്നു വിചാരിക്കുന്നു. എന്തായാലും തിരിച്ചു കിട്ടാൻ 1% പോലും ചാൻസ് ഇല്ലാത്തൊരു സംഭവമാണ്. നമ്മളെ കൊണ്ട് പറ്റാവുന്നതിന്റെ മാക്സിമം നമ്മൾ ട്രൈ ചെയ്തിട്ട് നമുക്കത് തിരിച്ചു കിട്ടിയത്. ഈ ഷോപ്പിൽ നിന്ന് തിരിച്ചു കിട്ടിയ ഐറ്റംസിന് £1 പോലും ഞാൻ അവിടെ കൊടുത്തിട്ടില്ല കേട്ടോ. പവർ ബാങ്ക് ഒഴിച്ച് ബാക്കി എല്ലാം തിരിച്ചു കിട്ടിയതിന് ഒരുപാട് സന്തോഷം. ഗൈസ് UK ഇതിന്റെ ഒരു മാഫിയ തന്നെയുണ്ട്. എനിക്ക് കുറെ കാരണങ്ങളൊക്കെ പറയാനുണ്ട്.